രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യമായിട്ട് BJP 50 സീറ്റുകളിൽ വിജയിച്ചിരിക്കുന്നു. ജനാധിപത്യത്തിൽ എപ്പോഴും ആർക്കാണോ മേൽക്കൈ കിട്ടുക ആ ഒരു ജനവിധിയെ അംഗീകരിക്കുകയാണ് വേണ്ടത്. ആ ഒരു രാഷ്ട്രീയ നീക്കത്തിനുള്ള സാധ്യതകളിലേക്കാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഈ BJP ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇനി കേരളത്തിൽ കാര്യമില്ല. അവരെ പൊളിറ്റിക്കലി എങ്ങനെ നേരിടാം എന്നുള്ളതാണ് നോക്കേണ്ടത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിട്ട് തിരുവനന്തപുരത്ത് ഒരു രാഷ്ട്രീയ ഉപജാപത്തിന് LDFും UDFും മുതിരരുത്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് പറയും? രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യമായിട്ട് BJP 50 സീറ്റുകളിൽ വിജയിച്ചിരിക്കുന്നു. 101 സീറ്റാണ് മൊത്തത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ഉള്ളത്. ജനാധിപത്യത്തിൽ എപ്പോഴും ആർക്കാണോ മേൽക്കൈ കിട്ടുക ആ ഒരു ജനവിധിയെ അംഗീകരിക്കുകയാണ് വേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഈ BJP ഒരു വർഗീയ പാർട്ടിയാണ്, അതുകൊണ്ട് BJPയെ മാറ്റി നിർത്തണം എന്നൊക്കെയുള്ള ഒരു നിലപാടിനോട് നമുക്ക് യോജിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം അതൊരു തരത്തിലും UDFനാണെങ്കിലും LDFനാണെങ്കിലും ഗുണം ചെയ്യില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പൊ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരു പക്ഷേ പാലക്കാട് LDF UDFനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ഭാരവാഹിയൊക്കെ ആയിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തെ മേയറാക്കിക്കൊണ്ട് LDFന് വേണമെങ്കിൽ അവരുടെ ഭരണത്തിൽ ഇറങ്ങാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDF തിരുവനന്തപുരത്ത് മേയറായിട്ട് പാറ്റൂർ രാധാകൃഷ്ണനെ തീരുമാനിക്കുകയും അതിന് പുറമേ നിന്നുകൊണ്ട്, കാരണം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, പുറമേ നിന്നുകൊണ്ട് പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കോൺഗ്രസിന്റെ 19+1 ഒരു വേറൊരു സ്വതന്ത്രം കൂടെ ഉണ്ട്. ആ സ്വതന്ത്രൻ ഉൾപ്പെടെ 20 പേരെയും കൂടെ ചേർത്ത് വോട്ട് ചെയ്യുന്ന സമയത്ത് 50 എന്നുള്ള മാജിക്കൽ ഫിഗറിലേക്ക് LDFും UDFും കൂടെ എത്തും. UDFന് പറഞ്ഞു നിൽക്കാനായിട്ട് സാധിക്കും. കാരണം ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് ഒരിക്കലും LDFനെ അല്ല, പാറ്റൂർ രാധാകൃഷ്ണനെയാണ്. പാറ്റൂർ രാധാകൃഷ്ണൻ LDFനെ പരാജയപ്പെടുത്തി വിജയിച്ചയാളാണ് എന്ന് രാഷ്ട്രീയമായിട്ട് പറയാനായിട്ടും വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുന്നത് ഭാവിയിൽ കോൺഗ്രസിന് വളരെയധികം ദോഷം ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഒരുപക്ഷെ പാറ്റൂർ രാധാകൃഷ്ണൻ ഇന്നിപ്പോൾ രാവിലെ V ശിവൻകുട്ടി പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ V ശിവൻകുട്ടിയോട് പാറ്റൂർ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും BJP പിന്തുണയ്ക്കില്ല എന്നൊക്കെയാണ്. അതുകൂടാതെ തന്നെ ഈ പാറ്റൂർ രാധാകൃഷ്ണനെ LDFന്റെ ആളുകൾ മർദ്ദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നോമിനേഷൻ കൊടുക്കുന്ന സമയത്തൊക്കെ മർദ്ദിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ദേഷ്യങ്ങളൊക്കെ LDFുമായിട്ടുണ്ടെങ്കിലും ആ ദേഷ്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ് V ശിവൻകുട്ടി ഇന്ന് പാറ്റൂർ രാധാകൃഷ്ണൻ എടുത്ത് പോയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ പോകുന്നൊരു സമയത്ത് ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിതാണ്. ഈ LDFന്റെ നേതൃത്വത്തിൽ ഒരു മേയർ പാറ്റൂർ രാധാകൃഷ്ണൻ തിരുവനന്തപുരത്ത് വരുന്നു. അതിന് പുറമേ നിന്ന് UDF പിന്തുണയ്ക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് BJPയെ മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കും. പക്ഷെ എത്ര മാസം ഈ കോൺഗ്രസിനകത്ത് ഒക്കെയുള്ള ഒരു ഈ 19 പേരിൽ നിന്ന് ആളുകളൊക്കെ അടർത്തിയെടുക്കാനായിട്ട് അധികം സമയം വേണ്ടി വരുമോ ഈ BJPക്ക്? അപ്പൊ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകരുത്. LDFും UDFും തമ്മിൽ ഫൈറ്റ് ചെയ്ത് തന്നെ നിൽക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. പക്ഷെ പാലക്കാട് എൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഇതാണ്. പാലക്കാട് LDF UDFനെ പിന്തുണയ്ക്കും, എന്നാൽ തിരുവനന്തപുരത്ത് UDF LDFനെ പിന്തുണയ്ക്കണം. പല പഞ്ചായത്തുകളിൽ ഈ സമാനമായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതൊരു കോമൺ രീതിയായിട്ട് മാറും. അവർ പറയാൻ പോകുന്ന കാരണം എന്ന് വെച്ചാൽ BJP അകറ്റി നിർത്താൻ തങ്ങൾ പുറമെ നിന്ന് പിന്തുണയ്ക്കുന്നു. ഇപ്പോൾ LDFന് 4 സീറ്റുകളുള്ള പഞ്ചായത്തുകളാണ് ഇരിക്കുക. ഈ LDFന് 4 സീറ്റുകളുള്ള പഞ്ചായത്തുകളാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPക്ക് ഒരു 6 സീറ്റും അതോടൊപ്പം തന്നെ UDFന് 3 സീറ്റുമാണ് ഉള്ളത് എങ്കിൽ എന്ന് കാണിച്ച് UDF LDFനെ പിന്തുണയ്ക്കും. അതോടുകൂടി BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് BJPയുടെ വളർച്ചയ്ക്കാണ് കാരണമാകുക. നഷ്ടമുണ്ടാക്കുക LDFനും UDFനും ആയിരിക്കും. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേട്ടം അല്ലെങ്കിൽ BJPയെ അംഗീകരിക്കാത്ത രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും 50 കൗൺസിലർമാരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ളത് അവിടുത്തെ ജനങ്ങളാണ്. അപ്പൊ ഈ 50 കൗൺസിലർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാനായിട്ട് BJPക്ക് സാധിക്കാത്ത വരുന്ന പക്ഷം BJP പ്രവർത്തകരെ പോലെ തന്നെ BJPക്ക് വോട്ട് ചെയ്തിട്ട് വോട്ടർമാരും അസ്വസ്ഥരാകും. അങ്ങനെ ഉണ്ടാകുന്ന അസ്വസ്ഥത എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ 2 ഇരട്ടി വാശിയോടുകൂടി കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം BJPയുടെ ഭാഗത്തുണ്ടാവും. അപ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്, LDFനെ സംബന്ധിച്ചിട്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. ഒരു ജനവിധിയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ഒരു ജനവിധിയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും
ആ ജനവിധിയെ അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തയ്യാറാവേണ്ടത്. ഇപ്പോൾ ഞാൻ മേയറാകാൻ വേണ്ടിയിട്ട് വി രാജേഷ് റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പം ആർ ശ്രീലേഖയൊക്കെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആർ ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റൊരു ആര്യ രാജേന്ദ്രന്റെ ബിഹേവിയർ മാതിരി തന്നെ ആയിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന BJP ഒരു തരത്തിലും അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ വിഡ്ഢിത്തരം കാണിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ആർ ശ്രീലേഖ IPSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഈ നാക്കുപിഴകളൊക്കെ. പല പ്രസ്താവനകളും വിവാദമായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം തന്നെ ദിലീപിന്റെ വിധിയുമായി ബന്ധപ്പെട്ടിട്ട്, നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയുമായി ബന്ധപ്പെട്ടിട്ട് അവർ ദിലീപിന് അനുകൂലമായ നിലപാടുകളൊക്കെ സ്വീകരിച്ചത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം സന്ധിയും ആർ ശ്രീലേഖയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് ഈ സമയത്തല്ല. പ്രത്യേകിച്ച് അവർ കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അവരിപ്പോൾ ഇരിക്കുന്ന പോലീസ് സർവീസിലല്ല, അവരിപ്പോൾ ഇരിക്കുന്ന BJPയുടെ ഭാഗമായിട്ടുള്ള ഒരു കോർപ്പറേഷൻ കൗൺസിലറാണ്. അതേ രീതിയിൽ വേണം മാധ്യമങ്ങളോട് പ്രതികരിക്കാനായിട്ട്. മറിച്ചൊരു പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശക്തമായ തിരിച്ചടികൾ അവർക്കും അവരുടെ പാർട്ടിക്കും ഉണ്ടാകും എന്നൊരു ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല വിവാദങ്ങളെ BJP ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആർ ശ്രീലേഖയായിരിക്കും തിരുവനന്തപുരത്തെ മേയർ എന്ന് നമുക്ക് കരുതണം. അതല്ല മറിച്ച് BJPക്ക് തിരുവനന്തപുരം ജില്ലയിലും മറ്റു പല ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ നേട്ടം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് വി രാജേഷിനെ മേയറാക്കുന്നതായിരിക്കും ഉചിതം എന്നെനിക്ക് തോന്നുന്നു. ഏതൊക്കെയും വരും മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. അത് UDFനെ സംബന്ധിച്ചിട്ടും LDFനെ സംബന്ധിച്ചിട്ടും അതോടൊപ്പം തന്നെ BJPയെ സംബന്ധിച്ചിട്ടും. BJP ഇതിപ്പോൾ രാവിലെ S സുരേഷ് നടത്തിയ പ്രസ്താവനയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് BJPക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ജനകീയ അംഗീകാരത്തെ അട്ടിമറിക്കാൻ തങ്ങൾ ആരെയും അനുവദിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു കോൺഫിഡൻസ് ആണത്. ഭയങ്കര വലിയൊരു ആത്മവിശ്വാസത്തിലാണുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP ഒരു മേയർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, LDF ഒരു മേയർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, UDF ഒരു മേയർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. BJPയുടെ മേയർ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടും? 50 വോട്ട് കിട്ടും. LDFന്റെ മേയർ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടും? 29 വോട്ട് കിട്ടും. UDFന്റെ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടും? 19 പ്ലസ് ഒരു സ്വതന്ത്രൻ, അവരുടെ ഒരു മണ്ഡലം പ്രസിഡന്റ് വിമതരായിട്ട് മത്സരിച്ച് അയാൾ തിരിച്ചു വീണ്ടും കോൺഗ്രസിലേക്ക് തന്നെ വരും. അപ്പോൾ 20 ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആദ്യ റൗണ്ടിൽ കോൺഗ്രസ് പുറത്താവും. 20 വോട്ട് കിട്ടിയ കോൺഗ്രസ് പുറത്താവും. പിന്നെയുള്ള മത്സരം 50 വോട്ട് കിട്ടിയ BJPയും 29 വോട്ട് കിട്ടിയിട്ടുള്ള LDFും തമ്മിലായിരിക്കും പിന്നെ മത്സരം. ആ മത്സരം നടക്കുന്ന സമയത്ത് UDF വിട്ട് നിൽക്കും. UDF വിട്ട് നിൽക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ ആള് മേയറായിട്ട് മാറും. ഇതാണ് സംഭവിക്കാൻ പോവുക. മറിച്ച് രണ്ടാമത്തെ റൗണ്ടിലോ ആദ്യ റൗണ്ടിലോ ഇപ്പോൾ ഈ പറഞ്ഞ പാറ്റൂർ രാധാകൃഷ്ണൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ച് മത്സരിക്കുന്നു. അത് LDFന്റെ മേയർ സ്ഥാനാർത്ഥി പാറ്റൂർ രാധാകൃഷ്ണൻ. അതിനെ പുറത്തു നിന്നും പിന്തുണയ്ക്കുന്നത് ആരാണ്? ഉപാധികളോടെ പുറത്തു നിന്നും പിന്തുണയ്ക്കുന്നത് ആരാണ്? UDF എന്നുള്ള രീതിയിലേക്ക്. കാരണം ഇത് UPAയുടെ സമയത്ത് ആദ്യം UPA സർക്കാരിന്റെ കാലഘട്ടത്തിലും രണ്ടാം UPA സർക്കാരിന്റെ കാലഘട്ടത്തിലും ഇത് തന്നെയായിരുന്നു. ആദ്യം UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ CPM UPAയുടെ ഭാഗമായിരുന്നു. പക്ഷെ രണ്ടാം UPA സർക്കാർ വന്നു കഴിയുമ്പോഴത്തേക്ക് CPM എടുത്ത നിലപാട് പുറമേ നിന്ന് പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സിസ്റ്റം, ആ ഒരു രാഷ്ട്രീയ നീക്കത്തിനുള്ള സാധ്യതകളിലേക്കാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഇപ്പോൾ ഒരു BJP ഒരു വർഗീയ പാർട്ടിയായിട്ട് മാറ്റി നിർത്തും എന്നൊക്കെ പറയുമ്പോഴും പല സ്ഥലങ്ങളിലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ പോലും, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ പോലും വിജയിച്ചു വരുന്നൊരു കാഴ്ചയുണ്ട്. അത് BJPയുടെ സീറ്റിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം ഇരു മുന്നണികളും മനസ്സിലാക്കണം. കാരണം BJPയുടെ അൺടച്ചബിലിറ്റി ഒക്കെ മാറി. BJP ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇനി കേരളത്തിൽ കാര്യമില്ല. അവരെ പൊളിറ്റിക്കലി എങ്ങനെ നേരിടാം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര് ഭരിക്കുന്നു അവരായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളൊരു രാഷ്ട്രീയപരമായിട്ടൊരു ട്രെൻഡ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണോ ഇനിയിപ്പോ അങ്ങനെ? ഒരിക്കലല്ല. തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നവരല്ല, തിരുവനന്തപുരം ജില്ല ആര് പിടിക്കുന്നോ ആ ജില്ല പിടിക്കുന്നവരായിരിക്കും കേരളം ഭരിക്കുക എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. അങ്ങനെ വെച്ച് നോക്കണമെങ്കിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പിടിച്ചിരിക്കുന്നത് LDF ആണ്. കാരണം LDFന് ഇപ്പോഴും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകാത്തതിന് പല കാരണങ്ങളുണ്ട്. ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനൽ ആണ് എന്ന് പറയുന്നു. ഇത് 2010 സമാനമാണ് എന്ന് പറയുന്നു. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്ന എത്ര സീറ്റിന്റെ പിൻബലത്തിലാണ്? 2 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. 68ഉം 72ഉമായിരുന്നു സീറ്റ് നില എന്ന് പറയുന്നത്. അതിനുശേഷമാണ് സെൽവരാജിനെ പിന്നെ LDFിൽ നിന്ന് CPMന്റെ MLA ആയിട്ട് വിജയിച്ച സെൽവരാജിനെ രാജിവെപ്പിച്ച് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിപ്പിച്ച് പിന്നീട് വിജയിപ്പിച്ചത് നെയ്യാറ്റിൻകരയിൽ. അപ്പം അങ്ങനത്തെ രാഷ്ട്രീയമൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഒരു 14 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം അതുകൊണ്ട് ഈ 2010 വലിയ മേൽക്കൈയിൽ വലിയ സംഭവമായിട്ട് 2011 തിരിച്ചു വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വെറും 72 സീറ്റ് മാത്രമാണുള്ളത്. അതായത് മറ്റേ ഡീലിമിറ്റേഷന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ മണ്ഡലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. 60 സീറ്റ് എപ്പോഴും LDFന് സെക്യുലറായിട്ട് അവരുടെ കൈവശമുണ്ട്. ബാക്കിയുള്ള 80 സീറ്റുകളിലേക്ക് മാത്രമാണ് മത്സരം നടക്കുന്നത്. ആ മത്സരത്തെ കാണാതെ പോകരുത്. ഇപ്രാവശ്യം LDFന് ഏറ്റിരിക്കുന്ന ഈ തിരിച്ചടിയൊക്കെ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് അവരത് ഓവർകം ചെയ്യും.
അവരുടെ ഈ ഇടതുപക്ഷ സഹയാത്രികർ വരെ ഇപ്രാവശ്യം UDF വോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മാറും നിയമസഭാ ഇലക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക്. മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ടാണ് കേരളം കാത്തിരിക്കുന്നത്. അദ്ദേഹം ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു മാജിക്ക് കേരളത്തിലും LDF പ്രവർത്തകരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ ഘടകകക്ഷികളും പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയിൽ നിന്നുള്ള അടുത്ത ഡയലോഗ് എന്താണ്, അദ്ദേഹം എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പം നമുക്ക് മുഖ്യമന്ത്രിയുടെ സംസാരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം സംസ്ഥാന രാഷ്ട്രീയം പറയാനായിട്ട്. പക്ഷെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിട്ട് തിരുവനന്തപുരത്ത് ഒരു രാഷ്ട്രീയ ഉപജാപത്തിന് LDFും UDFും മുതിരരുത്. മറിച്ച് BJPയുടെ വിജയത്തെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ഭരിക്കാൻ അവസരം കൊടുക്കുക തന്നെയാണ് വേണ്ടത്. അങ്ങനെ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ തിരുവനന്തപുരം നഗരം മറ്റൊന്നായി മാറിയേക്കാം.